ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിൻത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഹിതകരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രയോജനകരമായിട്ടുള്ള ആയുർവേദ മരുന്നുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ നീറ്റൽ, പുകച്ചിൽ, റെഡ്നെസ് അല്ലെങ്കിൽ ചുവപ്പ് നിറം, അതുപോലെ വീക്കം, ഇതെല്ലാം മാറിക്കിട്ടാനായിട്ടും കണ്ണിലുള്ള ഡ്രൈ ഐസ്, വാട്ടറി ഐസ്, ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് നമുക്ക് പ്രയോജനകരമായിട്ടുള്ള ആയുർവേദ മരുന്നുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ത്രിഫല ചൂർണം നമുക്ക് 1 ടീസ്പൂൺ ത്രിഫല ചൂർണം 1/2 ലിറ്റർ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ചേർത്തതിന് ശേഷം അത് തണുക്കാൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് തണുക്കാൻ അനുവദിക്കുക. അത് ഒരു 8 മണിക്കൂർ തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അത് ഒരു കോട്ടൺ തുണി വെച്ച് അരിച്ചെടുത്തതിന് ശേഷം ഒട്ടും തന്നെ ത്രിഫലയുടെ പൊടി അതിനകത്ത് വരാൻ പാടില്ല. ആ വെള്ളത്തിൽ ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കണ്ണ് കഴുകാവുന്നതാണ്. ഇത് കഴുകുന്നത് മൂലം നമുക്ക് കണ്ണിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ബാക്ടീരിയ ഇൻഫെക്ഷൻസ്, കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ചുവപ്പ് നിറം, ഇച്ചിങ്, ചൊറിച്ചിൽ, ഇതെല്ലാം മാറിക്കിട്ടാൻ സഹായിക്കുന്നതാണ് ത്രിഫല കൊണ്ടുള്ള ഐ വാഷ്. അതുപോലെ തന്നെ മറ്റു ഒരു പ്രയോജനമായിട്ടുള്ള മരുന്നെന്ന് പറയുന്നത് ദാർവി അല്ലെങ്കിൽ മരമഞ്ഞളിൻ്റെ പൊടിയാണ്. മരമഞ്ഞളിൻ്റെ പൊടി നമുക്ക് ഇതുപോലെ തന്നെ തേനിലോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കഷായം ഉണ്ടാക്കി ആ വെള്ളം വെച്ച് നമുക്ക് കണ്ണ് വാഷ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇച്ചിങ് അല്ലെങ്കിൽ ചൊറിച്ചിൽ, അതുപോലെ തന്നെ കണ്ണിലുണ്ടാകുന്ന അമിത സ്രാവം, ഇതെല്ലാം മാറുന്നതിനായിട്ട് വളരെ ഫലപ്രദമാണ്. നമ്മുടെ കണ്ണിലെ ഇറിറ്റേഷൻ, ഇതെല്ലാം മാറാൻ ഫലപ്രദമാണ് നമ്മുടെ ദാർവി അല്ലെങ്കിൽ മരമഞ്ഞൾ പൊടിയുടെ ഉപയോഗം. അതുപോലെ തന്നെ മറ്റൊരു ഫലപ്രദമായ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ ലോദ്രയാണ്. ലോദ്ര എന്ന് ഉദ്ദേശിക്കുന്ന പാച്ചോറ്റീരെ പൊടിയാണ്. പാച്ചോറ്റീരെ പൊടി ഇതുപോലെ നമുക്ക് തേനിലോ മറ്റോ കുഴച്ച് നമുക്ക് കണ്ണിൻ്റെ പോളയിൽ ഇടാവുന്നതാണ്. അത് നമുക്ക് കണ്ണിൽ വരുന്ന ചെങ്കണ്ണ് പോലെ വരുന്ന കണ്ടീഷൻസിന് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ നമുക്ക് കണ്ണിൽ വരുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ നീറ്റൽ, റെഡ്നെസ് അല്ലെങ്കിൽ ചുവപ്പ് നിറം, ഇതിനെല്ലാം വളരെ ഫലപ്രദമാണ് പാച്ചോറ്റീരെ ഉപയോഗം. പാച്ചോറ്റീരെ പൊടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഐ വാഷായിട്ടും പ്രിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ലേപനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് ഈ പൊടി വാങ്ങിച്ചുകൊണ്ട് വന്ന് തേനിലോ അല്ലെങ്കിൽ നമ്മുടെ ചൂടുവെള്ളത്തിലോ ചാലിച്ച് നമുക്ക് ഇടാവുന്നതാണ്. ഇത് നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മെഡിസിനാണ്. കണ്ണ് കഴുകാനും ഈ ലോദ്ര പാച്ചോറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് പ്രയോജനമായിട്ടുള്ളത് ജീവന്ത്യാധികൃതം ആണ്. ജീവന്ത്യാധികൃതം നമുക്ക് ഡ്രൈ ഐ സിൻഡ്രോമിന് വളരെ ഫലപ്രദമാണ്. കണ്ണിൽ അധികം സ്രാവമില്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ് ജീവന്ത്യാധികൃതം. അത് നമുക്ക് കണ്ണിൽ തളം കെട്ടി നിർത്താവുന്നതാണ്. ഈ നെയ്യ് നമുക്ക് വാങ്ങിച്ചിട്ട് ഒരു ഉഴുന്നുമാവ് വെച്ച് കണ്ണിൻ്റെ ചുറ്റും ഒരു ഭിത്തി കെട്ടിയതിന് ശേഷം ഈ നെയ്യ് അതിനകത്ത് തളം കെട്ടി നിർത്തുന്നത് നമുക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അതുപോലെ തന്നെ മറ്റ് ഡ്രൈ ഐസ് കൊണ്ടുള്ള ഇറിറ്റേഷൻ മാറാനും ഒക്കെ വളരെ ഫലപ്രദമാണ് ജീവന്ത്യാധികൃതത്തിൻ്റെ ഉപയോഗം. അതുപോലെ തന്നെ മറ്റൊരു ഫലപ്രദമായ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഇളനീർ കുഴമ്പാണ്. അത് നമുക്ക് കണ്ണിലുള്ള പുകച്ചിൽ, നീറ്റൽ, ഇതിനെല്ലാം വളരെ ഫലപ്രദമാണ് ഇളനീർ കുഴമ്പിൻ്റെ ഉപയോഗം. അതുപോലെ മറ്റൊരു ഫലപ്രദമായ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ ചൂർണ്ണമാണ്. ഇരട്ടി മധുരത്തിൻ്റെ ചൂർണ്ണം നമുക്ക് കൺപോളയിൽ ഉണ്ടാകുന്ന വീക്കം, അതുപോലെ തന്നെ തടിപ്പ്, അതിൻ്റെ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, നീർക്കെട്ട്, ഇതിനെല്ലാം വളരെ ഫലപ്രദമാണ് നമ്മുടെ ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടി നമുക്ക് തേനിലോ അല്ലെങ്കിൽ ഐ വാഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കണക്ക് വെള്ളത്തിൽ നമ്മൾ 1/2 ലിറ്റർ വെള്ളത്തിൽ ചൂടാക്കി ഇത് ഐ വാഷാക്കി പ്രിപ്പയർ ചെയ്ത് നമുക്ക് കണ്ണ് കഴുകാവുന്നതാണ്. ഈ ഇരട്ടി മധുരത്തിൻ്റെ പൊടി കൊണ്ടുള്ള വെള്ളം വെച്ച് കണ്ണ് കഴുകുന്നത് നമുക്ക് കണ്ണ് പോളയിൽ വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിനെല്ലാം വളരെ ഫലപ്രദമാണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയുടെ ഉപയോഗം. അതുപോലെ മറ്റൊരു ഫലപ്രദമായിട്ടുള്ള മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ചന്ദനാദി ആച്ഛാദനമാണ്. ചന്ദനാദി വർത്തി നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ചന്ദനാദി വർത്തി നമ്മൾ തേനിൽ കുഴച്ച് നമ്മൾ കണ്ണിൽ എഴുതുന്നതും വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അത് കണ്ണിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ മാറാനും അതുപോലെ തന്നെ നീർക്കെട്ട്, റെഡ്നെസ്, ചൊറിച്ചിൽ, ഇതിലെല്ലാം വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ കണ്ണിലുണ്ടാകുന്ന സ്ട്രെയിൻ, ഒരുപാട് കമ്പ്യൂട്ടറൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണിലുണ്ടാകുന്ന ടയേർഡ്നെസ്, ഇതെല്ലാം മാറാനായിട്ട്
നമുക്ക് വളരെ ഫലപ്രദമാണ്. ഈ ചന്ദനാദി ആച്ഛാദനം അല്ലെങ്കിൽ ചന്ദനാദിയുടെ ഡ്രോപ്സ് നമുക്ക് കിട്ടുന്നതാണ് മാർക്കറ്റിൽ. അത് വാങ്ങിച്ച് നമുക്ക് കണ്ണിൽ ഒഴിക്കാവുന്നതാണ്. ചന്ദനാദി ആച്ഛാദനം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.